അഞ്ചൽ കൂട്ടക്കൊലയിൽ പ്രതികൾ സിബിഐക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. രഞ്ജിനിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജേഷാണെന്ന് പ്രതി ദിബിൽ കുമാർ മൊഴി നൽകി. ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല ആസൂത്രണം ചെയ്തു. രഞ്ജിനിയെയും കുട്ടികളെയും വാടക വീട്ടിലേക്ക് മാറ്റിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. പോണ്ടിച്ചേരിയിൽ താമസം ആരംഭിച്ചത് 2008-ലാണെന്നും പ്രതികൾ മൊഴി നൽകി. എസ് ശരൺ ചേരുന്നുണ്ട്. ശരൺ, സിബിഐക്ക് മൊഴി നൽകുന്നു. മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ധന്യ, 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അഞ്ചൽ കൂട്ടക്കൊല കേസിലെ പ്രതികളെ പോണ്ടിച്ചേരിയിൽ നിന്ന് CBI സംഘം പിടികൂടിയിരുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ CBIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ CBIക്ക് ലഭിച്ച ദിബിൽ കുമാറിന്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ദിബിൽ കുമാർ പറയുന്നത്, നേരത്തെ ഈ യുവതിയായ തനിക്ക് രഞ്ജിനിയിലുണ്ടായ കുട്ടികളാണ് ഈ ഇരട്ടക്കുട്ടികൾ. ഈ ഇരട്ടക്കുട്ടികളെ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം രഞ്ജിനി മുന്നോട്ട് വെച്ചിരുന്നത്. അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെ തന്നെ ഇത് കൊലപ്പെടുത്താനുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോയത്. അതായത് താൻ ഈ സുഹൃത്തായ രാജേഷുമായിട്ട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ രാജേഷാണ് ഈ കുട്ടികളെ അടക്കം കൊലപ്പെടുത്താമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ഈ കൊല നടത്തിയതും രാജേഷ് എന്നുള്ളതാണ് ദിബിൽ കുമാർ മൊഴിയായി നൽകിയിരിക്കുന്നത്. പ്രധാനമായും കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതും ദിബിൽ കുമാറിന്റെ മൊഴിയിലൂടെ വ്യക്തത വരുത്താൻ CBIക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ യുവതിയെ പ്രസവത്തിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ രണ്ടാം പ്രതിയായ രാജേഷ് അവിടെ എത്തി യുവതിയുമായി പരിചയത്തിലാകുന്നു. അതിനുശേഷം പ്രസവത്തിന് ശേഷം ഈ ഇരട്ട കുട്ടികളുമായിട്ട് വാടക വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം പിന്നീട് നടത്തുകയും ചെയ്തിരുന്നത്. അതും കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ രാജേഷ് നടപ്പിലാക്കിയതാണ് എന്നുള്ള മൊഴിയാണ് ദിബിൽ കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് പിന്നാലെ 2 പ്രതികളും ഒളിവിൽ പോരുന്നതാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒളിവിൽ കഴിഞ്ഞു. 2 വർഷത്തോളം, അതായത് 2006-ലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം 2 വർഷത്തോളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒളിവിൽ കഴിയുന്നു. അതിന് പിന്നാലെയാണ് 2008-ൽ പോണ്ടിച്ചേരിയിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് CBI സംഘം ഇവരെ പോണ്ടിച്ചേരിയിൽ നിന്ന് പിടികൂടിയിരുന്നത്. അപ്പോൾ 2008 മുതൽ വ്യാജ മേൽവിലാസത്തിൽ അല്ലെങ്കിൽ വ്യാജ പേരുകളിൽ അവിടെ താമസിച്ചു എന്നുള്ള മൊഴി കൂടിയാണ് ദിബിൽ കുമാർ CBIക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാൻ CBI തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള അപേക്ഷ നാളെ എറണാകുളം CJN കോടതിയിൽ നൽകുമെന്നുള്ളതാണ് CBI സംഘം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. അത് എങ്ങനെയാണ് നടപ്പിലാക്കിയത്, അത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് നടപ്പിലാക്കിയെന്ന് കൂടിയാണ് ഇപ്പോൾ ദിബിൽ കുമാറിന്റെ മൊഴിയിലൂടെ CBIക്ക് വ്യക്തത വരുത്താൻ കഴിഞ്ഞിരിക്കുന്നത്.